വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഞാനിപ്പോൾ ഞങ്ങളുടെ തറവാട് വീട്ടിലാണ് കേട്ടോ. തമ്മിലിൽ കണ്ട പോലെ തന്നെ ഈ ഒരു വീടിന് ഏകദേശം 150 വർഷത്തിലേറെ പഴക്കമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഈ വീട്ടിലാണ് എന്റെ അപ്പാപ്പൻ, അതായത് മമ്മിയുടെ അപ്പൻ ജനിച്ചത്. അപ്പാപ്പൻ 73ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. ആള് മരിച്ചിട്ട് ഇപ്പൊ ഏകദേശം 32 വർഷം കഴിഞ്ഞു. അപ്പൊ തന്നെ കണക്കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 105 വർഷം പഴക്കമുണ്ട്. അപ്പാപ്പൻ ജനിച്ച വീടെന്ന് പറയുമ്പോൾ അതിന് മുന്നേ തൊട്ട്, അതായത് ഞങ്ങളുടെ പൂർവികരായിട്ട് പണിതൊരു വീടാണിത്. എന്തായാലും അതിനുശേഷം വന്ന തലമുറ കാലം മാറിയതനുസരിച്ച് ചാണം മെഴുകിയ തറയൊക്കെ മാറ്റി സിമെന്റ് ഒക്കെ ഇട്ട് പഴയ ഓടും കഴുക്കോലും പട്ടികയൊക്കെ ഇറക്കി കയറ്റി ഭിത്തിയൊക്കെ തേച്ച് ഒന്നും കൂടി വീട് മോടി പിടിപ്പിച്ചു. അങ്ങനെയാണ് നമ്മുടെ തറവാട് വീട് ഇപ്പൊ ഈ കാണുന്ന ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. നിലവിൽ ഇപ്പോ 5-6 വർഷമായിട്ട് ഈ ഒരു വീട്ടിൽ ആരും തന്നെ താമസമില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, വീട് മൊത്തത്തിൽ ഓടക്കിളകി ചെതലൊക്കെ പിടിച്ച് ആകെ ചീത്തയായി. ഏത് നിമിഷം വേണമെങ്കിലും നിലം പതിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. പിന്നെ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എന്ത് തന്നെ കാലക്രമേണ ഈ വീടിന് സംഭവിച്ചു പോയാലും പിന്നീട് ഒരിക്കൽ കാണണമെന്ന് തോന്നി കഴിയുമ്പോൾ ഇതെടുത്ത് വെച്ച് കാണാലോ. പിന്നെ അത് മാത്രല്ല, നമ്മുടെ വരും ജനറേഷനെ കാണിച്ചു കൊടുക്കാലോ. പിന്നെ ഈ ഒരു വീടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ബാല്യവും കൗമാരവും എല്ലാം പകുതി കൂടുതൽ ഞാൻ ചെലവഴിച്ചത് ഈ ഒരു തറവാട്ട് വീട്ടിലാണ്. എനിക്ക് 3 വയസ്സുള്ളപ്പോഴേ ഓൾറെഡി നമ്മളൊരു വീടൊക്കെ വെച്ച് മാറി താമസിച്ചതാണ്. എന്നാലും ഈ വീട്ടിലും ഈ മുറ്റത്തൊക്കെ ആയിട്ടാണ് ഞാൻ കളിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ ഓർക്കാൻ ഒത്തിരിയേറെ ഓർമ്മകളുണ്ട് എനിക്ക് ഈ വീട്ടില്. കേറി ചെല്ലുമ്പോ തന്നെ കണ്ട ഈ ഒരു എറയാണ്. എറയം മീൻസ് പൂമുഖം എന്നൊക്കെ പറയാം. ഇവിടെ നമ്മുടെ പഴയ മോഡൽ 2 ഇരുമ്പിന്റെ കസേരയൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഒരു മുറി ഇവിടെ പുറത്തുന്നുണ്ട്. ഒരെണ്ണമല്ല, വേറെ ഇപ്പുറത്തെ സൈഡിലും ഒരു മുറിയും കൂടി വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ 2ാമത്തെ മുറി. ഇനി ഞാൻ 1-2 മെമ്മറീസ് ഷെയർ ചെയ്യാവേ. ഇതാണ് എന്റെ അമ്മാമ്മ, അതായത് മമ്മിയുടെ അമ്മ. അമ്മ ഞങ്ങളെ വിട്ടുപോയിട്ട് ഇപ്പൊ 10 വർഷം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതെന്റെ കസിൻ, അതായത് മമ്മിയുടെ അനിയത്തിയുടെ മോളാണ്. ആളുടെ പേര് ഡെൻസി. ഇവിടെ മമ്മിയുടെ വീട്ടില് എനിക്ക് ആകെ പറയാനുള്ള എണതുണ എന്ന് പറയുന്നത് പുള്ളിക്കാരിയാണ് കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ വോൾ ഫാമിലി. ഇപ്പൊ ഈ കാണിച്ച 3 പിക്സും 2003 എടുത്തതാണ്. അതിനുശേഷം ഇതുവരെയായിട്ടും എല്ലാവരും കൂടി ഉള്ള ഒരു പിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. ഇതാണ് അകത്തേക്കുള്ള വാതില്. ഈ ഒരു വാതിലിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് എന്റെ മമ്മിയുടെ കല്യാണ സമയത്ത് എടുത്തൊരു ഫോട്ടോ ആണ് ഇപ്പൊ കണ്ടത്. വീട് ഇപ്പോ ആൾതാമസമില്ലാണ്ട് പൂട്ടിയിട്ടേക്കണോണ്ട് തന്നെ കംപ്ലീറ്റ് ആക്കി അലങ്കോലമായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. മഴക്കാലത്തൊക്കെ ഇവിടെ ഇരുന്ന് മഴ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അത് മാത്രമല്ല, മുറ്റം നിറയെ വെള്ളം കിട്ടുമ്പോ കടലാസ് വഞ്ചി ഉണ്ടാക്കി അത് ഒഴുക്കി കളിക്കലൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഈ ഒരു തിണ്ണ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരെ കാണുന്നത് നമ്മുടെ പാടവും തൊടിയൊക്കെ ആയിരുന്നു. ഇപ്പൊ ആ സ്ഥാനത്ത് മതിലുകളായി, വീടുകളായി, എന്തിനേറെ പറയണു, ആകെ മൊത്തത്തിൽ മാറി. എന്നാലും ഇപ്പൊ ആ പണ്ടത്തെ ഓർമ്മകളിൽ കൂടെ ഒക്കെ പോകുമ്പോ അറിയാതാണെങ്കിൽ പോലും മുഖത്തൊരു ചിരിയും അതുപോലെ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പൊ ഈ അകത്തേക്കൊന്ന് കയറി നോക്കാം. നേരെ ചെല്ലുന്നത് ചെറിയൊരു ഹാളിലോട്ടാണ്. ചെല്ലുമ്പോ തന്നെ ഒത്തിരി പഴയ സാധനങ്ങളൊക്കെ കാണാം. എല്ലാം ഒന്നും പുതിയ വീട് മാറിയപ്പോ കൊണ്ടുപോയിട്ടില്ല കേട്ടോ. ഇവിടെ മുകളിലായിട്ട് കാണുന്നത് തട്ടുംപുറമാണ്. ഇവിടെ നമ്മൾ ഒത്തിരി സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഇപ്പൊ മനസ്സിലാവാനായിട്ട് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ ഓട്ടുപാത്രങ്ങള്, കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കൊട്ടാവട്ടി സാധനങ്ങള്, അങ്ങനെ ഒത്തിരിയേറെ സാധനങ്ങൾ നമ്മൾ മുകളിലായിരിക്കും എടുത്തു വെക്കുക. പിന്നെ ഇപ്പൊ ഈ കാണുന്നത് പുറത്തുനിന്ന് നമ്മളാക്കേണ്ട റൂമാണ്. ഇവിടെ എല്ലാ റൂംസും തന്നെ ഇന്റർ കണക്റ്റഡ് ആണ്. അകത്തുനിന്നും കയറാം, പുറത്തുനിന്നും കയറാം. ആകെ ഒരു മുറി മാത്രം അങ്ങനെ അല്ലാത്തതായിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു അവിടെ എന്തോ കിളിവാതിൽ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അതിന് വഴിയെ കാണിച്ചു തരാം. പിന്നെ ഇപ്പൊ ഈ കാണുന്ന ക്ലോക്കും ഈ ഒരു ഫോട്ടോ ഒക്കെ ഒത്തിരിയേറെ വർഷത്തെ പഴക്കമുള്ള ഐറ്റംസ് ആണ്. ഒന്നും തന്നെ ഇതുവരെ കളഞ്ഞിട്ടില്ല കേട്ടോ. ഇനി കയറി നോക്കാൻ പോകുന്നത് അമ്മ കിടന്നിരുന്ന മുറിയിലേക്കാണ്. ഈ അമ്മ എന്ന് ഉദ്ദേശിച്ചത് അമ്മമ്മയാണ് കേട്ടോ. പണ്ട് തൊട്ടേ അമ്മാമ്മയെ അമ്മ എന്നാണ് കേട്ടോ ഞങ്ങൾ വിളിക്കാറ്. എന്തായാലും അവിടെ നമുക്ക് ലാസ്റ്റ് കയറാം. അതിനു മുമ്പായിട്ട് നമുക്ക് അടുക്കള ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെയുള്ള എല്ലാ റൂംസിനേക്കാളും 2 സ്റ്റെപ്പ് താഴെയാണ് അടുക്കള വരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിനെ കുഴി അടുക്കള എന്നാണ് വിളിക്കാറ്. സത്യത്തിൽ അടുക്കള കുറച്ച് താഴ്ന്നിട്ടായതുകൊണ്ട് തന്നെ കുഴി അടുക്കള എന്ന് വിളിക്കണേൽ വലിയ തെറ്റൊന്നും കാണുന്നില്ല. പിന്നെ എന്തായാലും ഇതൊരു വെറൈറ്റി സംഭവം തന്നെയാണ്. അധികം പഴയ വീടുകളിലൊന്നും ഞാൻ ഇതുപോലത്തെ ഒരു അടുക്കള കണ്ടിട്ടില്ല. പിന്നെ ഈ കാണുന്നതാണ് തൈതൽ. തൈതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പഴയ വീടുകളിലൊക്കെ ഉണ്ടാവും കൊടപ്പുളി, അതുപോലെ തന്നെ ജാതിക്കായ, ജാതിപത്രി, അടയ്ക്ക, ഇതെല്ലാം തന്നെ അതിന്റെ മുകളിൽ ഇട്ടിട്ട് പുക കൊടുത്തിട്ടായിരിക്കും നമ്മൾ ഉണക്കിയെടുക്കുക. പിന്നെ ഇതാണ് നമ്മുടെ ചായ്പ്. ചായ്പ് മീൻസ് കുറച്ചുകൂടി പരിഷ്കരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ വീടുകളിലൊക്കെ ഉള്ള വർക്ക് ഏരിയ. ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ അടുക്കളയും മറ്റു മുറിയും തമ്മിലുള്ള ഹൈ ഡിഫറൻസ്. ഇനി നമുക്ക് അമ്മ കിടന്നിരുന്ന മുറിയിലേക്ക് പോവാം. ഈ വാതിലിന്റെ അവിടെ ആയിട്ട് ഒരു ഡേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അമ്മ മരിച്ച ഡേറ്റ് ആണ്. 2015 ജൂലൈ 12 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്കാണ് അമ്മ മരിച്ചത്. അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ അപ്പാപ്പ മരിച്ച ദിവസവും തീയതിയും സമയവും ഒക്കെ ഇവിടെ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മുറിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കിളിവാതിലുള്ളത്. നമ്മുടെ പുറത്തുനിന്നുള്ള ആ ഒരു മുറിയിലെ ആ മുറിയിലേക്കാണ് ഈ ഒരു കിളിവാതിലുള്ളത്.
സത്യം പറഞ്ഞാൽ ഈ ഒരു കിളിവാതിൽ എന്തിനാണ്, ഇതിന്റെ പർപ്പസ് എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല. എന്നാലും കാണുമ്പോൾ ഒരു കൗതുകം, അത്രേ ഉള്ളൂ. എന്തായാലും ഇതാണ് ഞാൻ ആ പറഞ്ഞ സംഭവം. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ ഒന്നും എന്തായാലും ഇതുപോലുള്ള സംഭവങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഒട്ടുമില്ല. വർഷങ്ങൾ കഴിയുന്തോറും ഇതുപോലുള്ള പഴയ വീടുകളും പഴമകളും എല്ലാം അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും കഴിയുന്നത്. സോ ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവായിട്ട് ഇതിവിടെ കിടക്കട്ടെ. പിന്നെ ഇപ്പൊ ഈ കാണുന്നത് കൃഷിയുള്ള സമയത്ത് നെല്ല് പുഴുങ്ങാനും അതേപോലെ മഞ്ഞളുടെ സീസൺ തുടങ്ങുമ്പോൾ മഞ്ഞൾ പുഴുങ്ങാനൊക്കെ ഉപയോഗിക്കുന്ന ചെമ്പുകളാണ്. ഇതെല്ലാം തന്നെ ഒരുവിധം എല്ലാ പഴയ വീടുകളും പ്രത്യേകിച്ച് കൃഷി കാര്യങ്ങളൊക്കെ ഉള്ള വീടുകളിൽ ഉണ്ടാവുന്ന സാധന സാമഗ്രികളാണ് കേട്ടോ. ഇതേപോലത്തെ ഒത്തിരി വേറെയും സാധനങ്ങൾ ഇവിടെയൊക്കെ തന്നെ കാണൂട്ടോ. വേറെയും ഞാനത് പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൃഷി ഉണ്ടായിരുന്ന സമയത്ത് കാളയെ കൂട്ടിക്കെട്ടി ഉഴുതുകൊണ്ടിരുന്ന നോകവും അതുപോലെ തന്നെ നെല്ലിട്ട് വെക്കുന്ന പെട്ടിയും ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, വേറൊരു വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഇപ്പൊ തൊട്ട് മുന്നേ കണ്ടത് നമ്മുടെ പഴയ അടുക്കള വാതിലും അതിന്റെ ലോക്കിംഗ് സിസ്റ്റം ആണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പഴയ ആ ഒരു വീടും അതിന്റെ അകത്തെ കാഴ്ചകളും. ഞാൻ ഇതിനകത്ത് ഒരു മുറി മാത്രം എടുത്തിട്ടില്ല, അത് പൂട്ടിയിട്ടേക്കായിരുന്നു. അതിനകത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ നെല്ലിട്ട് വെക്കുന്ന പെട്ടിയും അതുപോലെ തന്നെ ഒക്കെ ഇരിക്കുന്നത്. ഇപ്പൊ ഈ കാണുന്നത് മുള കൊണ്ടുണ്ടാക്കിയ ഏണിയാണേ. എല്ലാം ഏറെക്കുറെ ഉപയോഗിച്ച് നാശമായിട്ടോ. പിന്നെ അമ്മിക്കല്ല്, പിന്നെ നമ്മുടെ ചായപ്പില് ഉരുളുണ്ട്. പറയുമ്പോ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്, പക്ഷെ ഇതൊന്നും ആരും തന്നെ ഇപ്പൊ ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് പിന്നാമ്പുറ കാഴ്ചകൾ. എല്ലാം നാശമായി കിടക്കുകയാണ്. തൊട്ടപ്പുറത്താണ് നമ്മൾ താമസിക്കുന്നെങ്കിലും നമ്മൾ ആരും തന്നെ ഇങ്ങോട്ട് വരാറില്ല കേട്ടോ. ഞാൻ തന്നെ കുറെ നാളുകൾ എത്തിയാണ് ഇങ്ങോട്ട് വരുന്നത്. ഇപ്പൊ ഈ കാണുന്നത് നമ്മുടെ തൊഴുത്തും ഭാഗമാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പഴയ വീടും അതിലെ വിശേഷങ്ങളും. അപ്പൊ ഇതേപോലത്തെ പഴയ തറവാട് വീടുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ.